രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതൊരു വലിയ മാറ്റമാണ്. നമ്മുടെ ഈ ഒരു വക്കീലായിരുന്നു, അതിനുശേഷം ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയം ചെറുപ്പം മുതലേ ഉണ്ടോ അതോ അതിനുശേഷം അല്ല, കോളേജ് നമ്മൾ പഠിക്കുന്ന രാഷ്ട്രീയത്തിലാണോ? കാലത്ത് ഞാനിവിടെ അന്ന് ഈ മലപ്പുറം ജില്ലയിൽ കോളേജില്ല. 1965 SSLC പാസ്സാവുന്നത്. അപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിൽ എവിടെയും കോളേജില്ല. ആദ്യമായിട്ട് വന്നതാണ് മഞ്ചേരി ഒരു NSS കോളേജ്. അത് ജൂനിയർ പ്രീ ഡിഗ്രി മാത്രം, അമ്പാടും വന്നവിടെ. അപ്പോൾ ഇവിടെ നമുക്ക് അന്ന് ഇവിടെ അഡ്മിഷനായി ആദ്യത്തെ ഫസ്റ്റ് ബാച്ച്. അത് പ്രീ ഡിഗ്രി കഴിഞ്ഞു. ഇപ്പോൾ ഓരോ കോളേജ് പോയി. പിന്നെ അവിടെ 1970 മലപ്പുറം ജില്ലയിലെ ഡിഗ്രി വരുന്നത്. അത്രയും പഴക്കമുണ്ടായിരുന്നു. അന്നൊന്നും കോളേജിൽ ഇതില്ല, രാഷ്ട്രീയമൊന്നുമില്ല, പഠിക്കുക അങ്ങനെ അല്ലേ. അപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് എങ്ങനെ വരുന്നത് പിന്നീട്? അത് പിന്നെ ഈ LLB ഒക്കെ ആയി തുടങ്ങിയപ്പോൾ തന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തുടങ്ങി മെല്ലെ ഇതിലേക്ക് വരാൻ തുടങ്ങി. പിന്നെ പ്രസംഗിക്കുമല്ലോ, പിന്നെ എല്ലാവർക്കും ആവശ്യമാണ് അന്ന് മുതൽ. അതിൽ പ്രസംഗിക്കുന്ന ആ ഒരു കഴിവ് അത് ചെറുപ്പം മുതലേ ഉണ്ടായി. ഫറൂഖ് കോളേജിൽ ഞങ്ങളുടെ ഒരു ഹോസ്റ്റൽ പാടെ ഇംഗ്ലീഷിൻ്റെ പ്രൊഫസർ ഉണ്ടായിരുന്നു, വിജയസിംഹൻ സാർ. അദ്ദേഹം അതിനെ വലിയ താല്പര്യമെടുത്തു. പ്രസംഗം പഠിപ്പിക്കാനും പ്രസംഗിക്കാനും എല്ലാവിധ സഹായ സഹകരണം ചെയ്ത വലിയ മനുഷ്യരായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഇപ്പോഴും ആ ഒരു അദ്ദേഹം ജീവിച്ചിരിപ്പില്ല.